ഇനി നമ്മൾ സൈനസൈറ്റിസിന് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോം കെയറുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പൊതുവേ നമ്മൾ സൈനസൈറ്റിസ് വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റീം എടുക്കാനാണ് പറയുന്നത്. കാര്യം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ നേസൽ ബ്ലോക്ക് ഒന്ന് അലിഞ്ഞു പോവാൻ ഹെൽപ്ഫുൾ ആവുമായിരിക്കും. ഇതൊരു കോമൺ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കെല്ലാവർക്കും വീട്ടിൽ ഇത് ചെയ്യാവുന്നതുള്ളൂ. അത്യാവശ്യം ഒരു സ്റ്റീം ഇൻഹേലർ യൂസ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് ആവി പിടിക്കുന്ന കണക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കഴിവതും നമ്മൾ ചൂടുവെള്ളം മാത്രം കുടിക്കാൻ നോക്കുക. ചൂടായിട്ട് ആഹാരങ്ങൾ കഴിക്കാൻ നോക്കുക. പിന്നെ കൂടുതലും ഇത് കഫവർദ്ധനമായിട്ടുള്ളൊരു അസുഖമാണ്. അപ്പം ഈ കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ കഫവർദ്ധനമായിട്ടുള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ലൈക്ക് ഇപ്പം ഉഴുന്ന് വെച്ചിട്ടുള്ള ആഹാരങ്ങൾ, ഉഴുന്നുവട അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അത് കണക്കിന് തണുത്ത ആഹാരങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഐസ്ക്രീം പോലെ ജ്യൂസ്, തണുത്ത ജ്യൂസ് ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ രാത്രി കാലങ്ങളിൽ തണുപ്പ് വരുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ, തണുത്ത കാറ്റടിക്കുന്നത് കുറയ്ക്കാം. എ സിയിൽ അധികം നേരം ഇരിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. അതേ കണക്ക് തന്നെ സ്ട്രെയിൻ ചെയ്ത് കുറേ നേരം കുനിഞ്ഞിരുന്ന് വായിക്കുന്നതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം സൈനസൈറ്റിസ് വരാതെ നോക്കാം. അതേ കണക്ക് തന്നെ തല കുളിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഹൈ സ്പീഡ് ഫാനിൻ്റെ താഴെ ഇരിക്കുന്നതും അവോയ്ഡ് ചെയ്യാം. ഇനി അഥവാ നമ്മൾ തല കുളിക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഇത് പ്രശ്നങ്ങൾ വരുന്നവരാണെങ്കിൽ ഹെയർ നല്ലോണം ഒരു ബ്ലോ ഡ്രൈ കൊടുക്കുക. പിന്നെ രാസ്നാദി ചൂർണ്ണം ഉപയോഗിക്കാൻ ശീലിക്കുക. അതേ കണക്ക് തന്നെ തല കുളിച്ച് കഴിഞ്ഞിട്ട് വെയിലത്തിറങ്ങുന്നതും ഭയങ്കരമായിട്ട് കാറ്റ് കൊള്ളുന്നതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും.